ഹലോ അസ്സലാമു അലൈക്കും. അമനൻ മോമെന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീൻ കറിയാണ്. നല്ല തേങ്ങ അരച്ചിട്ടുള്ള മീൻ ചാറാണ്, അയക്കൂറയാണ്, അതായത് കിങ് ഫിഷ്. അപ്പം നമ്മളിവിടെ മീൻ ചാറ് എന്നാണ് പറയുക. അപ്പം ഈ ഒരു മീൻ ചാറ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പരം അതുപോലെ ലഞ്ച് ചോറിൻ്റെ ഒപ്പരം എല്ലാം കഴിക്കാൻ പറ്റിയതാണ്. ഇത് കിങ് ഫിഷ് മാത്രമല്ല, അയലയും അതുപോലെ തന്നെ മത്തി, അതെല്ലാം ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഞാൻ ഇത് ഉണ്ടാക്കുന്നത് രാത്രിയാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഞാൻ പിറ്റേന്ന് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ അരച്ചിട്ടുള്ള കറി. ദോശേൻ്റെ ഒപ്പരെല്ലാം കൂട്ടാൻ ഭയങ്കര രസമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ഈ കാണുന്ന അയക്കൂറ ഞാൻ ക്ലീൻ ചെയ്ത സമയത്ത് തന്നെ മസാല എല്ലാം പുരട്ടി വെച്ചതാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടിയിട്ട് ഇട്ടതാണ്. 1/2 ടീസ്പൂൺ ഫിഷ് മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മസാലയെല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ മുന്നേ ഞാൻ എടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചതാണ്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. ഞാൻ പൊരിച്ചിട്ടാണ് കറി വെക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ്റെ പാൻ എടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. തീ കൂടി പോകണ്ട, അപ്പം അധികം വേവാണ്ട് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്നാവട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. ഞാൻ ആദ്യം തന്നെ തേങ്ങ എടുക്കുന്നുണ്ട്. തേങ്ങ നമുക്ക് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് തേങ്ങയാണ് എടുക്കുന്നത്. കറക്റ്റ് അളവാണ്. ഞാൻ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ മിക്സിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ ഈ തേങ്ങ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടിയും 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മീൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. സാധാരണ നിങ്ങൾ മീൻചാറിൻ്റെ ഒപ്പരം പൊരിക്കാണ്ടായിരിക്കും കറി കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇങ്ങനെ പൊരിച്ച് കഴിഞ്ഞാൽ മക്കൾക്കെല്ലാം സുഖമായിട്ട് കൊടുക്കാൻ പറ്റും. എൻ്റെ മക്കൾ ഇങ്ങനെ മീൻ കറി നോർമലായിട്ട് അവർ കഴിക്കൂല. ഇങ്ങനെ പൊരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇലയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മളെ മീൻ ഒരു ഭാഗത്ത് പൊരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി പോകണ്ട. എൻ്റെ ഈ മിക്സിയിലെല്ലാം വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലായിടയും തെറിക്കും. ഇനി ഞാനിത് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരക്കുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല, എല്ലാവർക്കും അരക്കുന്ന അറിയാലോ. നല്ല കളറില്ലേ, മുളകിൻ്റെ പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞളും എല്ലാം മിക്സ് ആയിട്ടുള്ളത്. ഇനി കറിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രയും സാധനങ്ങളാണ്. 3 തക്കാളി എടുത്തിട്ടുണ്ട്, നല്ല പഴുത്ത തക്കാളിയാണ്. അതുപോലെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഞാൻ 2 തണ്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇഞ്ചി ഒരു ചെറിയ പീസ്, വെളുത്തുള്ളി ഒരു 5-6 അല്ലി, പിന്നെ ഉലുവയാണ്. ഉലുവ ഞാൻ തൂങ്ങിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് മസാലക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. പിന്നെ ഉപ്പും സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ, വെളിച്ചെണ്ണ ഉണ്ട് അത്രയും നല്ലത്. ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ആദ്യം വാട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മീൻ പൊരിച്ച നെയ്യാണ്. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു സ്പൈസി ആയി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഈ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം മീൻ പൊരിച്ച നെയ്യ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണാണ് കറക്റ്റ് രണ്ടും കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒന്ന് അതിൻ്റെ ഒരു മണമെല്ലാം ഒന്ന് കിട്ടുന്ന വരെ. അതിനുശേഷം ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഉള്ളി ഞാൻ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ പാടെ തന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എരിവുണ്ടെങ്കിൽ 3 എണ്ണോ അല്ലെങ്കിൽ 2 എണ്ണോ ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി മൊത്തത്തിലൊന്ന് വാറ്റിയെടുത്തതിന് ശേഷം ഞാൻ 1 മിനിറ്റ് മൂടി വെക്കുന്നുണ്ട്. അതൊന്ന് തക്കാളിയെല്ലാം ഒന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. തക്കാളിയും ഉള്ളിയെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളി കണ്ട ഈ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പൊതിർത്തി വെച്ചതാണ്. ഞാൻ ഒരു 10 മിനിറ്റ് മുന്നേ എടുത്ത് വെച്ചതാണ്. ഇനി ഇത് നന്നായിട്ട് ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട്.
ഈ ഒരു വെള്ളം ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുളി കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി നോക്കാം ഉപ്പും പുളിയെല്ലാം ബാലൻസ് ചെയ്യുന്നുണ്ടോ. എന്നിട്ട് ലാസ്റ്റിൽ നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. എല്ലാം കൂടി പെർഫെക്റ്റ് ആയാലാണ് ഒരു കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി തേങ്ങ അരച്ച ചാറ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മിക്സിയിലുള്ള ബാക്കിയുള്ള ചാറെല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് വീണ്ടും മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ഒരു ടൈറ്റുള്ള പോലെ ഉണ്ട്. അപ്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ടൈറ്റ് ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ തീ ഓണാക്കിയിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. തിള വന്നിട്ടുണ്ട്. കാരണം പൊരിച്ച മീനായതുകൊണ്ട് ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൽ മീൻ ഇട്ട് കൊടുക്കുന്നത്. കറി ഒരുവിധം ടൈറ്റായി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഓൾറെഡി പൊരിച്ചതാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ മീൻ ഇട്ട് കൊടുക്കണം. പൊരിക്കാത്ത മീനാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ചില ടൈമിന് മൂടി വെച്ച് കഴിഞ്ഞാൽ കറിയെല്ലാം പുറത്തേക്കാവും, അതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മൂടി വെക്കണമെന്നില്ല. അങ്ങനെ നമ്മളെ കറി കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്. ഇതിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്ന നേരം നമ്മളെ കറി ഇങ്ങനെ കളർ മാറി മാറി വരും. ആദ്യത്തെ കളർ ആയിരിക്കില്ല പിന്നെ ഉണ്ടാവുക. പിന്നെ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോൾ വീണ്ടും കളർ മാറി വരും. ഇനി ഈ കറിയിലേക്ക് ഉലുവ പൊട്ടിച്ചൊഴിക്കാം. ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയോ ഓയിലോ എടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കളറൊന്ന് മാറി വരുമ്പോഴത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ആ സ്പോട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഉലുവ. അതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മളെ മീൻചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നില്ല, എല്ലാം പെർഫെക്റ്റ് ആണ്. ഇതിൽ എരിവും പുളിയെല്ലാം കറക്റ്റ് ബാലൻസ് ആണ്. അത് മാത്രമല്ല ഉണ്ടാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ കളർ മാറിയാണ്ട. ഇതിങ്ങനെ തന്നെയാണ്. ഏത് കറിയും നമ്മൾ ഉണ്ടാക്കിയ പാട് വേറൊരു കളറായിരിക്കും. ഉണ്ടാക്കിയ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ മീനെല്ലാം നന്നായിട്ട് വെന്തടിഞ്ഞ് പോകാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ദോശേൻ്റെ കൂടെ കഴിക്കാൻ. ഇതേ അളവ് തന്നെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആണ്. ഇത് ഞാൻ രാത്രി ഉണ്ടാക്കിയിട്ട് പിറ്റേന്നാണ് ഞാനിത് കാണിക്കുന്നത്. മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ദോശ ചുട്ടിട്ടുണ്ട്. കഴിച്ചതും ദോശ തന്നെയാണ്. ഓലിക്ക് ഈ മീൻചാറലാണെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദോശയായിരിക്കും വേണ്ടത്. സ്കൂളിലേക്ക് മീൻകറി അങ്ങനെ കൊടുക്കലില്ല, കാരണം മീൻ്റെ സ്മെല്ല് വരുന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷേ ഇതായതുകൊണ്ട് ഓലിക്ക് എന്തായാലും വേണമെന്നായി. ഈ ഒരു ദോശ പച്ചരീൻ്റെ ദോശയാണ്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് ചൂടാല കഴിക്കാനാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. തണിഞ്ഞാൽ ഇവർ അത്ര കഴിക്കൂല. ചൂടാലയാണെങ്കിൽ ചിലപ്പോൾ 3, 4 കഴിക്കും. നെയ്സ് ദോശയാണിത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ദിവസം ഇടാം. ഇത് വേഗം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നമ്മളടുത്ത് ചോറും തേങ്ങയും ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഞാനിത് ടിഫിൻ ബോക്സിൽ കണ്ട ഇതുപോലെയാണ് ഞാൻ അവർക്ക് കൊടുത്തത്. ഇതിൻ്റെ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്. വൈകാതെ ഞാൻ ഇടുന്നതായിരിക്കും. ഞാൻ ചില ടൈമിന് അവരെ ലഞ്ച് ബോക്സ് പാക്കിങ് ഇടലുണ്ട്. അധികം രാവിലെ തിരക്ക് പിടിച്ചിട്ടോ അല്ല സ്കൂൾ പറഞ്ഞേക്കുന്നതുകൊണ്ട് എനിക്ക് ടൈം കിട്ടില്ല. കാരണം ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരെ ബസ് പോകും. ബസ് പോയി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടായി കൊടുക്കാനൊന്നും പറ്റുകയില്ല. 3 ആളെ ലഞ്ച് ബോക്സ് പാക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഓല് പോയതിന് ശേഷം ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു മീൻചാറ് നമ്മളെ മലബാർ സ്പെഷ്യൽ ഒറോട്ടിയില്ല, അതിന് ബെസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം ഉമ്മാമ മീൻ മുളകിട്ട കറി ഉണ്ടാക്കിയാൽ അത് ബാക്കി തേങ്ങ അരച്ചിട്ട് നമുക്ക് ഒറോട്ടീൻ്റെ കൂടെ ഉണ്ടാക്കി തരും. ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.